ഇത്താത്തമാര് ഒക്കെ ലൈഫ് ഒന്ന് സെറ്റിൽ ആവാൻ വേണ്ടി തന്നെയായിരുന്നു ഞാൻ എൻ്റെ കാര്യങ്ങൾ മറച്ചു വെച്ചത്. പലവരെയും ഫേസ് ചെയ്യാൻ മടിയാവും. എൻ്റെ ഫാമിലി സ്റ്റക്കായി പോകുന്ന എനിക്കറിയാം. ാണ് ആഷിക്ക് ബെറ്റർ ലൈഫ് ഉണ്ട്. ആഷിക്ക് എന്നെ ഞാൻ എന്താണെന്ന് ആഷിക്ക് നന്നായിട്ട് അറിയാം. ആഷിക്ക് ഞാൻ പിടിച്ചു വെക്കുന്ന ഒരു ആവശ്യമില്ല. ഇപ്പം ഏതെങ്കിലും കറക്റ്റ് കാസ്റ്റിൽ തന്നെയാണോ നിൽക്കുന്നത്, അതോ കാസ്റ്റ് ഒന്നും വേണ്ട എന്നുള്ളൊരു രീതിയിലാണോ ഇപ്പം നിൽക്കുന്നത്? കാസ്റ്റ് ഞാൻ ഇപ്പോഴും മുസ്ലിം ആയിട്ട് തന്നെ. ആഷി ജാസി ഇട്ടിട്ട് പോകും. ഇട്ടിട്ട് പോവാണെങ്കിൽ എന്നോ പോകണം ആഷി. കാരണം ഇതിനു മുമ്പ് കുറേ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒന്ന് അകന്ന് വീണ്ടും ഞങ്ങൾ ജോയിൻ ആയ വ്യക്തികൾ. അപ്പം ഞങ്ങളെ സ്നേഹം അത്രത്തോളം ഉണ്ട്. ഉമ്മാക്ക് ഇപ്പോഴും എന്തിനും പെണ്ണുങ്ങളെ പുറത്ത് വീഡിയോസ് ചെയ്യുന്ന ആൺകുട്ടികളെ പുറത്ത് വീഡിയോസ് ചെയ്തുകൂടെ എന്നൊക്കെ പറയുമായിരുന്നു. അംഗീകരണം ഇപ്പോഴും ഇല്ല. ലൈക്ക് ഇപ്പോഴും ഒരു 50-50 ചാൻസിലാണ് നിൽക്കുന്നത്. പിന്നെ നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളൊരു തോന്നലാണ്. ഉമ്മാക്ക് ഇപ്പോഴും ഞാനൊരു എൻ്റെ മോനാണ് എന്ന് പറയുന്നതാണ് ഇപ്പോഴും ഉമ്മാക്ക് ഇഷ്ടം. അല്ലെങ്കിൽ ഉമ്മാൻ്റെ മോളെന്നൊക്കെ കൂടുതൽ ഉപരി എന്നെ ഇപ്പോഴും ഒരു മകനായിട്ട് തന്നെയാണ് ഉമ്മ കാണുന്നത്. ചാന്തുപൊട്ട്, കുണ്ടൻ, 9 കോൽക്കളിയാണോ, നിങ്ങൾ അങ്ങനെയാണോ ഇങ്ങനെയാണോ, അതൊക്കെ പറയുമ്പോൾ വിഷമം തോന്നും. എല്ലാവർക്കും കുറേ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരും. ഇവൻ എനിക്കും ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. സ്റ്റിൽ ഇപ്പോഴും കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എങ്കിൽ പോലും എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാണ്ട് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക. അതാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. കൂടുതൽ ആൾക്കാരിലേക്ക് എൻ്റെ പ്രശ്നങ്ങൾ അറിയുന്നത് എനിക്ക് ഭയങ്കര ഒരു പ്രയാസമുള്ള കാര്യമാണ്. വീട്ടിലെ കാണാണ്ട് തന്നെയാണ് എല്ലാ പരിപാടിയും ചെയ്യാറ്. പിന്നെ അന്നും മുതലേ മേക്കപ്പിനോടും അതേപോലെ പെൺകുട്ടികളുടെ വസ്ത്രങ്ങള്, ആഭരണങ്ങള്, അതൊക്കെ തന്നെയായിരുന്നു ഇഷ്ടം. അപ്പോൾ വീട്ടിലെ ഉമ്മ കാണാണ്ടൊക്കെ പോയിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്യും. ഇത്താത്തന്മാരെ ലിപ്സ്റ്റിക് ഒക്കെ എടുത്ത് യൂസ് ചെയ്യും, കൺമഷി എഴുതും, അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. സർജറി ചെയ്യണം, പെട്ടെന്നൊരു സർജറി എടുത്ത് ചാടിയിട്ട് സർജറി ചെയ്യണം എന്ന് തോന്നുന്നില്ല. അപ്പൊ ഇത് ഉമ്മായും വാപ്പായും എപ്പോഴും കണ്ടപ്പോ അതിനു മുമ്പേ ആഷിന്റെ കൂടെ ഉണ്ട്. അതിന് മുമ്പേ ഞങ്ങൾക്ക് അറിയാം, ഒരുമിച്ച് ജീവിക്കാനുള്ള പ്ലാൻ തന്നെ ആയിരുന്നു. പക്ഷെ പറയാൻ പേടിയായിരുന്നു. ഞാൻ ഇനി മാറുകയാണ്, എനിക്ക് ഞാനായിട്ട് ജീവിക്കണം. ആഷിക്ക് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇത്തടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ചെയ്യണ്ട? ഇല്ല, എന്നെക്കാട്ടിയും 1 വയസ്സ് കുറവാണ് ആഷിക്ക്.